ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മജു ആൻഡ് വെൽക്കം ടു മല്ലൂരിക്ക റൂട്ട്സ് ഓഫ് എവല്യൂഷൻ എപ്പിസോഡ് 7. നമ്മളെ സാധാരണ കാണിക്കുന്ന ഫ്ലാഷ് ബാക്കാണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നേരെ കഥയുടെ തുടക്കം. സേജി ഗില്ലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹേയ് സേജി, എനിക്ക് ഇതിനോട് കാര്യം പറയണം. അതിന് ഇങ്ങനെയാണല്ലോ സഹിക്കാൻ പറ്റുന്നില്ല. ഗിൽ മാസ്റ്റർ, എന്താ കാര്യം? അത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായി നിങ്ങളൊരു കുതിര കാണും. എന്തേ കുതിരയാ? എല്ലാ ഹൈ അഡ്വഞ്ചർ ടീംസിനും കുതിര അത്യാവശ്യം. ആ കുതിര അവർക്കൊരു പാർട്ട്ണറിനെ പോലെ. എന്ത് പാർട്ട്ണറോ? അതെന്താണോ കുതിരയുടെ മുഖത്ത്? ശരി ശരി, ഈ ഇങ്ങനെ സംസാരിച്ച് കുതിര വാങ്ങാൻ പറ്റില്ല. അതിന്റെ അഡ്രസ്സ് ഞാൻ ഇപ്പോഴത്തെ ഡോ 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 താനിതെന്തോ ചെയ്യുന്നത്? കിട്ടിപ്പോയി. തനിക്ക് വേറൊരു സ്ഥലവും കണ്ടിട്ട് ഇതൊക്കെ വയ്ക്കാനായിട്ട് ഇനി എന്തൊക്കെയാണോ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. അതിനുശേഷം സെയിച്ചി തനിയെ നടന്നു പോകും. ഗേൾസിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ നന്നായി. എനിക്ക് പറ്റില്ല, ഞാൻ ഓർഫനേജിൽ പോവുക. സോറി, എനിക്ക് ജോബ് തീർക്കാനുണ്ട്. ഓഫ് കോഴ്സ്, ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. എന്നാലും ഇതേതാ മാപ്പ്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി ഇതാണോ സ്ഥലം? അങ്ങനെ സേച്ചി ഉള്ളിൽ പോയത്. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? സാർ, എനിക്കൊരു കുതിര വേണം. ഓ, നീ റോയൽ എക്സാമിന് പങ്കെടുക്കാൻ പോവാണോ? സോറി, അങ്ങനെ പറഞ്ഞാൽ എന്താ? ഓ, നീ ഔട്ട് സൈഡ് ആണോ? ഇത് ഇവിടെ നടക്കുന്നൊരു മത്സരമാണ്. നോ റൂൾസ് നോ ലിമിറ്റ്. ഇത് ക്യാപിറ്റലിന് പുറത്ത് വെച്ചാണ് നടക്കുന്നത്. ഈ മത്സരത്തിൽ ജയിച്ചാൽ കിട്ടുന്ന സമ്മാനം കണക്ക് കൂട്ടില്ല. ഓ, ഇവിടെ അങ്ങനെയൊക്കെ മത്സരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ശരി നിയ, നിനക്ക് എങ്ങനത്തെ കുതിരയാണ് വേണ്ടത്? ഇത് നോക്ക്, ഇത് മതിയോ? ഇയാളെന്താ കുതിര എന്ന് പറഞ്ഞിട്ട് ഡ്രാഗനെ കല കാണിക്കുന്നു. ഇതാണ് ഡ്രാഗൺ കുതിര. അഡ്വഞ്ചേഴ്സിന്റെ ഇടയിൽ പോപ്പുലർ ആണ്. ഇത് വേണ്ടെങ്കിൽ മാൻകുതിരയും ഉണ്ട്. എന്ത് മാൻകുതിരയോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലോ. ദേ, കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഇത് നല്ല കുതിരയാണ് എന്നും പറഞ്ഞ് ഒന്ന് തട്ടിയതുള്ളൂ. മാൻകുതിര കാര്യത്തിൽ തീരുമാനമായി. എന്തോരം നടക്കുന്നത്? അത് പിന്നെന്താന്ന് വെച്ചാ, മാൻകുതിരകളെല്ലാം സെൻസിറ്റീവ്. ചെറിയൊരു അടിക്ക് പോലും അവർ ഡെഡ് ആവും. ബട്ട് പിടിച്ചു വലിച്ച വലിയ സൗണ്ട് ഉണ്ടാവും. ചേട്ടാ, ഈ ഓടുന്ന കുതിരയാണ്, അല്ലാതെ ഓടിയിടുന്ന കുതിരയല്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിനെ നോക്ക്. ഈ കുതിര ഇതുവരെയും ആരുടെ കൂടെയും അടങ്ങിയിട്ടില്ല. അടുത്ത് നോക്കിയും കണ്ടൊക്കെ വേണം പോവാൻ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അടിക്കും. ഓ, അങ്ങനെയാണോ? എന്നാൽ അത് കുതിരയല്ലല്ലോ, കഴുതയല്ലേ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് കഴുത കൊള്ളാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ചവിട്ട്. ദൈവമേ, ഇതിന് വയലൻസ് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതേസമയം കഴുത അതേ സ്ഥലത്ത് തന്നെ പിന്നെയും പിന്നെയും ചവിട്ടിയപ്പോൾ, അയ്യോ, ഇതിനെന്തെങ്കിലും പറയുന്നുണ്ടോ? പെട്ടെന്ന് കമ്പ്യൂട്ടർ വോയിസ്. എല്ലാ ലാംഗ്വേജും സംസാരിക്കാനുള്ള കഴിവ് ലഭിച്ചിരിക്കും. ഇനി മേലാൽ എന്റെ ദേഹത്ത് നിന്റെ വൃത്തികെട്ട കൈവച്ചാണല്ലോ, നീ തീർന്നടാ. നീ പറയണമെന്നും അയാൾക്ക് മനസ്സിലാവില്ല. ഓ, അങ്ങനെയാണോ? നീ ആരാ? അത് പിന്നെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പുറത്തൊന്ന് പറയടാ. നിനക്കെന്റെ ഭാഷ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു? അതെനിക്ക് പറ്റുമെന്ന് പറഞ്ഞു മുഴുവിപ്പിച്ചില്ല, ജസ്റ്റ് മിസ്. പിന്നെയും അങ്ങനെ ചവിട്ടാൻ വന്നതും രണ്ട് കാൽ കൂട്ടിപ്പിടിച്ച് മുകളിലിട്ടൊരു കറക്ക്. ഇത് എംബാരസിംഗ് ആണ്. എന്നെ താഴെ ഇറക്കി വിട്. താഴെ ഇറക്കിയ നീ നിന്റെ തനി സ്വഭാവം പുറത്തെടുക്കും. ശരി ശരി, ഞാനൊന്നും ചെയ്യില്ല. എന്നോട് ക്ഷമിക്കും മാസ്റ്റർ. എന്താ ഇത്ര പെട്ടെന്ന് ആള് മാറി? സോറി മാസ്റ്റർ, നിങ്ങൾ ഭയങ്കര പവർഫുൾ ആണ്. ഇനി നിങ്ങളാണ് എന്റെ മാസ്റ്റർ. ഓ, അങ്ങനെ. എന്താ നിന്റെ പേര്? എന്റെ പേര് ലുലു. സാർ, ഞാൻ ഈ കഴുതയെ വാങ്ങി. എടാ പൊടിച്ചക്ക, നീ എന്റെ കുതിരയെ കഴുതയെന്ന് വിളിച്ചാലുണ്ടല്ലോ, അടുത്ത സെക്കൻഡിൽ ലുലുവിൽ നിന്നൊരു ചവിട്ട് കിട്ടി 10 അടി തെറിച്ചോ വീണു. അതിനുശേഷം രണ്ടുപേരും ടൗണിലൂടെ നടന്നു പോകും. ജീവിതത്തിൽ ഇപ്പോഴാണ് ഞാൻ ഇത്രയും നല്ല കാഴ്ചകൾ കാണുന്നത്. ഓ മൈ ഗോഡ്, എന്താ ഇത്ര നല്ല മണം? അതേസമയം വയറ്റിൽ നിന്നും വിശപ്പിന്റെ സൗണ്ട് പുറത്തു വന്നപ്പോൾ, ഓ, നിനക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്ക് വിശക്കുന്നുണ്ട്. ശരി, ഞാൻ വാങ്ങിച്ചു തരാം. എന്നാൽ കുറച്ച് കൂടുതൽ വാങ്ങിക്കാം. സാർ, എനിക്ക് 2 എണ്ണം വേണം. മാസ്റ്റർ, നിങ്ങൾ വളരെ നല്ലതാണ് മാസ്റ്റർ. കഴിച്ചാലോ? വാവ്, അടിപൊളി ടേസ്റ്റ്. പുറത്തെ ഭക്ഷണം ഇത്രയും അടിപൊളിയാണെന്ന് അറിഞ്ഞിരുന്നാൽ ഞാൻ പണ്ടേ വന്ന് കഴിച്ചേനെ. മാസ്റ്റർ, നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം. വാ, ഓർഡർ ചെയ്യാം. കുറച്ച് കഴിഞ്ഞു. എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല മാസ്റ്റർ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും വാങ്ങിത്തരുമെന്ന്. ഇതിനു വേണ്ടി മാത്രം ഞാൻ വിധകാലം എൻ്റെ ജീവിതം അങ്ങക്ക് വേണ്ടി അർപ്പിക്കുന്നു. അത്രയ്ക്കൊന്നും വേണ്ട. നീ എന്നാ മത്സരത്തിൽ പങ്കെടുക്കാതെ? എനിക്ക് കാരണം അറിയണം. അതെന്താണെന്ന് വെച്ചാൽ, അതൊന്നും പറ്റില്ല. നീ എന്തായാലും പങ്കെടുക്കണം. നിനക്ക് അത്രയും ടാലന്റ് ഉണ്ട്. അത് നീ ഉപയോഗിച്ചതിന് പിന്നിൽ എന്തർത്ഥാണോ അതിലുള്ളത്? ഇത് കേട്ട സേജി എവിടേക്ക് വന്നത്? നീ ആരാ ഞങ്ങളിൽ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ? ഇതിൽ പുറത്തുനിന്ന് ആരും വരണം. ഓ, സാറിനെ എനിക്കറിയാം. എൻ്റെ ആദ്യത്തെ പെയിന്റിങ് വാങ്ങിയത് സാറാണ്. അതുകൊണ്ടാണ് നിന്നോട് മത്സരത്തിൽ പങ്കെടുക്കാൻ പറയുന്നത്. ഡ്രോയിങ് മത്സരത്തിൽ ജയിച്ചാൽ വലിയൊരു കപ്പ് കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് വരയ്ക്കാൻ പഠിച്ചത്. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും പറയല്ലേ. നിന്റെ പെയിന്റിങ് ഒരാൾ വാങ്ങിക്കാൻ കാരണം അത് അത്രയും ഭംഗിയുള്ളതുകൊണ്ട്. അതുകൊണ്ട് നീ എന്തായാലും മത്സരത്തിൽ പങ്കെടുക്കും. സാർ, നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കണം. നിങ്ങൾ ഇവരുടെ പെയിന്റിങ് വാങ്ങി? അത് വളരെ നന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ പെയിന്റിങ് വാങ്ങിക്കാണുമല്ലോ. നീ ഏതാ? എന്ത്? എന്റെ പെയിന്റിങ് നോക്ക്, എത്ര മനോഹരമാണ്. ഇത് നിങ്ങൾ വാങ്ങിയില്ലേ? ഇത് ത്രികോണല്ലേ? അനിയ, ഇത് വെറും ത്രികോണം മാത്രമാണ്. വേറെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഇത് കേട്ട് അവന്റെ മനസ്സ് തകർന്നു പോയി. അല്ല, ആരവൻ? ഓ, എന്നെക്കുറിച്ച് ഞാൻ തന്നെ പറയാം. എൻ്റെ പേര് ക്ലേ. ഡ്യൂക്ക് ബർഗർ ഫാമിലി ഉള്ളതാണ്. കണ്ടതിൽ വളരെ സന്തോഷം സാർ.
നിന്റെ ഡ്രോയിങ്സ് എല്ലാം അതിമനോഹരമാണ്. അതെല്ലാം തന്നെ എൻ്റെ ആഴ്മനസ്സിലാണ് അതല്ലായിരിക്കും. ഞാൻ നിന്റെ കാല് പിടിച്ചു പറയും, നീ മനസ്സിൽ പങ്കെടുക്കണം. ഇത് കേട്ട മെയ് ഒന്ന് പരിങ്ങിയിട്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ റോയൽ കപ്പിൽ പങ്കെടുക്കാനാണ്. എന്തോന്ന് ഇനി ഞാൻ ആ മത്സരത്തിൽ ടോപ്പായാൽ നീ ഈ മത്സരത്തിൽ പങ്കെടുക്കും. എന്നാലും അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള മത്സരമല്ലേ? ഞാൻ നിന്നോട് സത്യമാണ് പറയുന്നത്. ഞാൻ തീർച്ചയായും ഞാൻ ടോപ്പിൽ വന്നാൽ നീ ഈ മത്സരത്തിൽ പങ്കെടുക്കും. മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ സമ്മാനമായി കിട്ടും ടാംപൂളിയാണ്. എന്ത് ടാംപൂളി എന്ന് വെച്ചാൽ അതെങ്ങനെയല്ല. ടാംപൂളി ഇതൊരു ലെജൻഡറി ഫിഷാണ്. 5ാം സമ്മാനാണ്. എന്ത് ഫിഷോ? മാസ്റ്റർ തീർച്ചയായും നമുക്ക് ആ പ്രൈസാണ് വേണ്ടത്. മാസ്റ്റർ ഓക്കെ നമുക്ക് നോക്കാം. അത് ശരി, ആ മത്സരത്തിൽ ഈ കഴുതനെയും കൊണ്ടാണോ? സത്യം പറഞ്ഞാൽ അതാണ്. അതിനുശേഷം മത്സരം ആരംഭിക്കുവാൻ പോകുന്നത്. ലുലു തീർച്ചയായും നീയാണ് ഈ മത്സരത്തിൽ വിജയിക്കേണ്ടത്. നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് റോയിൽ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി. ശേഷം എല്ലാ പ്ലേയേഴ്സും റെഡിയായി വന്നതും ടാംപൂളിമി എനിക്കത് വേണം. എല്ലാവരും വന്നില്ലേ? റോയൽ ക്ലബിന്റെ മത്സരം ആരംഭിക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ലോണ. സീജി ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എല്ലാ പ്ലേയേഴ്സും റെഡി അല്ലേ? നിങ്ങളുടെ എല്ലാ പ്രൈസും ഇവിടെ ഉണ്ട്. ടാംപൂളി എനിക്ക് ടാംപൂളിയാണ് വേണ്ടത്. ഈ മത്സരത്തിന്റെ സെക്കൻഡ് പ്രൈസ് എന്തെന്നാൽ വാൽക്കറി ക്യാപ്റ്റന്റെ അതിമനോഹരമായ. ഇത് കേട്ട് ഇവർ രണ്ടാളും ഷോക്കായിരുന്നു. എന്തോന്ന്, ഇതൊക്കെയാണോ പ്രൈസ്? അതേസമയം വ്യൂവേഴ്സ് എല്ലാവരും ആർപ്പ് വിളിച്ചു പോകുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? എല്ലാവരും മെന്റലാണോ? ഫസ്റ്റ് പ്രൈസ് എന്നാൽ വാൽക്കറി ക്യാപ്റ്റനുമായി ഒരു ദിവസം നിൽക്കാനുള്ള ടിക്കറ്റ്. ഇതൊക്കെയാണോ സമ്മാനം? എല്ലാത്തിന്റെ അരപ്പിരി തെറ്റിയിരിക്കുന്നു തോന്നുന്നുണ്ട്. അതേസമയം എല്ലാവരും വാൽക്കരി എന്നും പറഞ്ഞു പോകുന്നു. മാസ്റ്റർ 5th പ്ലേസ് മാത്രം നോക്കി വെക്കണം. കറക്റ്റ്, അത് മാത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. എന്നാലേ ആ മീൻ കിട്ടൂ. അതേസമയം ഇവര് വന്നത്, നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്നാണ്. സേയിച്ച് ഇത് ഡേഞ്ചറായ മത്സരമാണ്. എന്നാലും കുഴപ്പമില്ല, ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ബുദ്ധിമുട്ട്. നീ പേടിച്ചാലും ബാക്കിയെല്ലാം ഈസിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്. സോയിച്ച് അങ്ങനെ സേയിച്ച് കുതിരയിൽ കയറിയതും എല്ലാവരും റെഡിയല്ലേ? ഈ മത്സരം വളരെ സിമ്പിളാണ്. അങ്ങനെ പുറത്തുപോയി ഒരു ചുറ്റി അതിലേ ഇങ്ങനെ തിരിച്ചു വരണം. കൂടാതെ എന്ത് വെപ്പം വേണമെങ്കിലും ഉപയോഗിക്കും. ടാമ്പ്. അപ്പോ എല്ലാവരും റെഡിയല്ലേ? ആരാടാ അവളെ? ഗേറ്റ് ഓപ്പൺ ചെയ്യ്. ഗെറ്റ് സെറ്റ് ഗോ. അങ്ങനെ എല്ലാ കുതിരയും ഓടിയതും ബാക്കി കുറച്ചെണ്ണം അവിടെ ഡെഡായി. എന്താ ഇത്? ഇതെന്താ ചത്തത്? അതിന് കാരണം വെടിച്ചോര ശബ്ദമില്ലേ, അതാണ്. ഇത് കണ്ട് വ്യൂവേഴ്സ് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, മത്സരാർത്ഥികളെല്ലാം പുറത്തുപോയി. ഇനി അവർക്ക് എന്താ സംഭവിക്കാന്ന് ആർക്കും അറിയില്ല. ലൂ, നിനക്കെന്താ പറ്റിയ ലൂ? അവളാണെങ്കിൽ ശ്വാസം കിട്ടാതെ നിൽക്കും. ഇത് കണ്ട വ്യൂവേഴ്സിലൊരാൾ, നിങ്ങളുടെ മുകളിലാണ് ഞാൻ ബെറ്റ് വെച്ചേക്കുന്നത്, ചതിക്കല്ലേ. ലൂ, നിനക്കെന്താ പറ്റി? അതൊന്നുമില്ല, ഞാൻ ടാംപൂളി തിന്നുന്നോർത്ത് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്ത്? ഇനി രക്ഷയില്ല, കഴിക്കാൻ എന്താ ഉള്ളത്? ഇത് എവല്യൂഷൻ കൂട്ടല്ലേ, ഇത് കഴിക്ക്, നല്ലതാണ്. അതേസമയം ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഓടിക്കൊണ്ടിരിക്കുന്നു. മാറ്, എനിക്കൊരു ഗ്രാൻഡ് പ്രൈസ്. ഒന്ന് പോടാ അവിടുന്ന്, അതെനിക്കാണ്. കണ്ടു തന്നെ അറിയാം. ഗായ്സ്, ഇവിടെ രണ്ടുപേർക്കിടയിൽ പൊരിഞ്ഞേടി കിടക്കാൻ പോവാണ്. നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്റെ ഉൾഫ് തന്നെ മതിയടാ. എന്ത് ഉൾഫാ? പെട്ടെന്ന് അവരൊരു ഫ്ലൂട്ട് ഓതിയതും ഇത് ബി റാങ്ക് മോൺസ്റ്റർ ആണ്. അതിന്റെ പിന്നിൽ അതിന്റെ ബോസ് വന്നതും അതിനെ കണ്ട് എല്ലാവരും പേടിക്കാൻ തുടങ്ങി. അയ്യോ, എ റാങ്ക് മോൺസ്റ്റർ. ഈ സമയമല്ലോ റോക്കറ്റ് പോയ പോലെ ഓടിപ്പോകുന്നതും അവർക്കൊന്നും പറ്റൂലല്ലേ? അങ്ങനെ തോന്നുന്നു. ഈ വർഷത്തെ മത്സരം ഭയങ്കര അപകടം പിടിച്ചതാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നതും എന്താ അത്? പൊടി പറപ്പിച്ചെന്തോ വരുന്നുണ്ടല്ലോ. ഇപ്പൊ വേഗത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം സേച്ചി. ഇത് കണ്ട വ്യൂവേഴ്സ് എല്ലാവരും സേച്ചിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്നത്. പതുക്കെ പോ, എനിക്ക് പേടിയാവുന്നു. എന്നെ കൊണ്ട് പറ്റില്ല മാസ്റ്റർ, അതിന് കാരണം ആ പഴമാണ്. അവരെന്താ ഇത്ര സ്പീഡിൽ വരുന്നത്? ആ സ്പീഡിൽ നമ്മളെ ഇടിച്ചാൽ പിന്നെ ഒന്നും ബാക്കി കാണില്ല. ലൂ, നേരെ നോക്ക്, ഇനിയൊന്നും നോക്കാനില്ല എന്നും പറഞ്ഞ് ഒറ്റ ചാട്ടം. ആ ചാട്ടത്തിൽ ഒറ്റ അറ്റാക്ക്. ചുറ്റുമുള്ള എല്ലാവരും എന്താ ഇവിടെ നടക്കുന്നത്? മോൺസ്റ്റർ, ഞങ്ങൾക്ക് വഴിവിടുന്നോ ഇല്ലയോ? നടക്കില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തൊരു അറ്റാക്കിൽ ഉൾഫിന്റെ കാര്യം തീരും. എങ്ങനെയുണ്ട് മാസ്റ്റർ? സൂപ്പർ അല്ലേ? എന്താ ഇവിടെ ഉണ്ടായേ? ഇവരെങ്ങനെ നമ്മളെ കടന്നുപോയി? നമുക്ക് മുങ്ങിയാലോ? സത്യം പറഞ്ഞ മത്സരം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അയ്യോ, എന്റെ സമ്മാനം. ഈ വർഷത്തെ വിന്നർ സേയിച്ചി. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായതു. എനിക്കറിയാം സേയിച്ചി, നീ ജയിക്കുമെന്ന്. നീ ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുത്തവർ തീർച്ചയായും എന്റെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ഞാൻ ചെയ്യും. അത് കാണാൻ ഞാനും ഉണ്ടാവും. മറ്റൊരിടത്ത് ലൂ ആണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ ടാംപൂളി ഇത് നോക്ക്, നമുക്ക് ഗ്രാൻഡ് പ്രൈസ് കിട്ടിയില്ലേ? നീ ഇത് വെച്ചോ, എനിക്കിതൊന്നും വേണ്ട. ടാംപൂളിയാണ് വേണ്ട, എന്റെ ടാംപൂളി. ഈ ലോകത്ത് നീ കഴിക്കാത്ത കുറെ ഭക്ഷണമുണ്ട്. അതെല്ലാം ഞാൻ നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചാൽ നീ കരയാതിരുന്ന എല്ലാം വാങ്ങി. കൂടാതെ നീ ഇന്ന് നന്നായി പെർഫോം ചെയ്തിട്ടു. ഇത് കേട്ട ലൂ ചേച്ചിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയാൻ. ലൂ, കെട്ടിപ്പിടിക്കല്ലേ, എനിക്ക് ശ്വാസം മുട്ടുന്നു. പെട്ടെന്ന് ലൂവിന്റെ ശരീരം പ്രകാശിക്കാൻ തുടങ്ങി. ചേച്ചി എന്താ ഇവിടെ നടക്കുന്നത്? നീ എന്താ കിളി പോയ പോലെ ഇരിക്കുന്നു? പെട്ടെന്ന് അവരുടെ കിളിയും. ലൂ, ഇത് നീ തന്നെയല്ലേ? ഇത് കണ്ട ലൂ വീണ്ടും ചേച്ചിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയാൻ. ഈ എപ്പിസോഡ് ഇവിടെ തീരുമ്പോഴും അടുത്ത എപ്പിസോഡിൽ ലൂവിന് എന്താണ് സംഭവിച്ചത്? ചേച്ചി എന്ത് അപകടത്തിലാണ് ചെന്ന് പെട്ടതെന്ന് അടുത്ത എപ്പിസോഡിൽ കാണുന്നത്. ബൈ.